പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ആഗസ്റ്റ് 27. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഒമാൻ കേരള വിഭാഗം സംഘടിപ്പിക്കുന്ന യുവജനോത്സവ മത്സരങ്ങളുടെ ഭാഗമായുള്ള സാഹിത്യ മത്സരങ്ങൾ ആഗസ്റ്റ് 30 വെള്ളിയാഴ്ച നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ചിത്രരചന, പെയിന്റിംഗ് മത്സരങ്ങൾ രാവിലെയും ലേഖനം, കഥാരചന, കവിതാരചന തുടങ്ങിയവ അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷവുമായിരിക്കും നടക്കുക. ദാർസൈത്തിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബിൽ വെച്ച് നടക്കുന്ന ചിത്രരചന, പെയിന്റിംഗ്, സാഹിത്യ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മത്സരങ്ങൾ നടക്കുമ്പോൾ തത്സമയം പേര് നൽകാവുന്നതാണ്. ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 800-ലേറെ പേർ പങ്കെടുത്ത കലാമത്സരങ്ങൾ മെയ് മാസത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. രചനാ മത്സരങ്ങളിലും മികച്ച പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതായി സംഘാടകർ അറിയിച്ചു. കൊടും ചൂടിൽ ആശ്വാസത്തിന്റെ അടയാളമായി ഒമാന്റെ മാനത്തും സുഹൈൽ നക്ഷത്രം പ്രത്യക്ഷമായി. ഒമാൻ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. തീവ്രമായ വേനൽക്കാല ചൂടിൽ നിന്ന് കൂടുതൽ മിതമായ കാലാവസ്ഥയിലേക്കുള്ള പ്രവർത്തനത്തെ അടയാളപ്പെടുത്തുന്ന സുപ്രധാന ജ്യോതിശാസ്ത്ര സംഭവമായി ഇതിനെ പരിഗണിക്കപ്പെടുന്നതായും ഒമാൻ ആസ്ട്രോണമിക്കൽ സൊസൈറ്റി വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ രാജ്യം രാവും പകലും തുല്യമായ മണിക്കൂറുകളിലേക്കും മിതമായ താപനിലയിലേക്കും നീങ്ങും. സുഹൈൽ നക്ഷത്രത്തിന്റെ ഉദയം ചൂടിന്റെ തീവ്രത കുറയുന്നതിന്റെ തുടക്കമായി കണക്കാക്കപ്പെടുന്നു. ഒക്ടോബർ 2 രാത്രി പകലിന് തുല്യമാകുന്ന സമയം വരെ താപനിലയിലെ മിതത്വവും ക്രമേണ താപനില കുറയുകയും ചെയ്യും. കേരള എഞ്ചിനീയേഴ്സ് ഫാമിലി മസ്കത്തിന്റെ ആഭിമുഖ്യത്തിൽ ഫാമിലി ക്വിസ് സംഘടിപ്പിച്ചു. TKM കോളേജ് അലൂമിനിയുടെ നേതൃത്വത്തിൽ അൽഹൈൽ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന മത്സരത്തിന് ക്വിസ് മാസ്റ്റർ ഹല ജമാൽ നേതൃത്വം നൽകി. 3 പേരടങ്ങുന്ന ടീമുകളായാണ് മത്സരമൊരുക്കിയത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന രീതിയിലായിരുന്നു ടീമുകളുടെ ക്രമീകരണം. പ്രാഥമിക റൗണ്ടിൽ 40-ലധികം ടീമുകൾ പങ്കെടുത്തു. വാശിയേറിയ മത്സരത്തിൽ മലയാളി എഞ്ചിനീയർ അലൂമിനി 1-ാം സ്ഥാനം കരസ്ഥമാക്കി. ദോഫാർ ഗവർണറേറ്റിലെ റസ്യൂത്ത് പ്രദേശത്തുണ്ടായ വാഹനാപകടത്തിൽ 6 സ്വദേശികൾ മരണപ്പെട്ടു. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു അപകടം. മരണപ്പെട്ടവരുടെ മൃതദേഹം റോയൽ എയർഫോഴ്സ് ഓഫ് ഒമാന്റെ വിമാനത്തിൽ സലാല എയർബേസിൽ നിന്നും സീബ് എയർബേസിൽ എത്തിച്ചതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അപകടത്തെക്കുറിച്ചോ മരണപ്പെട്ടവരെക്കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. നൃത്തത്തിന്റെ വിവിധ താളഭാവലാസ്യത്തോടെ മത്സരാർത്ഥികൾ നിറഞ്ഞാടിയ നവചേതന ഡാൻസ് ഉത്സവ് 2024 സീസൺ 2 സുഹാർ വിമൻസ് ഹാളിൽ അരങ്ങേറി. സുഹൈദ് കുക്കു മുഖ്യ അതിഥിയായിരുന്നു. സുഹാർ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് പ്രസിഡന്റ് രാജേഷ് കൊണ്ടാല, മനോജ് കുമാർ, ബദർ അൽസമ, നവചേതന പ്രസിഡന്റ് സൗമ്യ ഹുബൈസ്, സെക്രട്ടറി അനീഷ് ഏറാടത്ത്, ഡാൻസ് ഉത്സവ് കോർഡിനേറ്റർമാരായ വരദ പ്രവീൺ, ഋതു ദാസ്, രാജേഷ് എന്നിവർ ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. 1000-ഓളം പേർ പങ്കെടുത്ത പരിപാടിയിൽ പ്രേക്ഷകരെ ആകർഷിക്കുന്ന സിനിമാറ്റിക് പാശ്ചാത്യ നൃത്ത പ്രകടനം അരങ്ങിലെത്തി. സുഹാറിൽ ആദ്യമായി മൈം മത്സരവും അരങ്ങേറി. വൈകിട്ട് 4 മണിക്ക് ആരംഭിച്ച പരിപാടി രാത്രി 12 മണിക്ക് അവസാനിച്ചു. പ്രവേശനം സൗജന്യമായിരുന്നു. വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും വൈദ്യുത കേബിളുകൾ മോഷ്ടിക്കുകയും ചെയ്തതിന് 2 പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. സഹം വിലായത്തിലായിരുന്നു സംഭവം. വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് ഏഷ്യൻ രാജ്യക്കാരായ പ്രതികളെ പിടികൂടിയത്. ഇവർക്കെതിരായ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണ്. സമാന സംഭവം കഴിഞ്ഞ ആഴ്ചയിലും പ്രദേശത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു. 2 പേർ പിടിയിലാവുകയും പ്രതികൾ ഇവരെ നടപടികൾക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നു. രാജ്യത്തെ പ്രമുഖ ധനവിനിമയ സ്ഥാപനമായ ജോയ ലൂക്കാസ് എക്സ്ചേഞ്ച് ഇൻസ്റ്റന്റ് ക്യാഷുമായി ചേർന്ന് എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന വനിതാ വോളിബോൾ ടൂർണമെന്റിന്റെ 3-ാം സീസണ് ആവേശകരമായ പരിസമാപ്തി. ബൗഷർ ക്ലബ്ബിൽ നടന്ന ടൂർണമെന്റിൽ 10 രാജ്യങ്ങളിൽ നിന്ന് 23 ടീമുകളിലായി 300-ലേറെ താരങ്ങൾ മാറ്റുരച്ചു. ഫൈനലിൽ മിക്സേഴ്സിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി ഫോക്സ് ഹാർട്ട് ജേതാക്കളായി. മിക്സേഴ്സ് 1-ാം റണ്ണറപ്പായും ക്രൂസേഡേഴ്സ് 2-ാം റണ്ണറപ്പുമായി. മികച്ച സ്പൈക്കറായി ഫോക്സ് ഹാർഡിലെ നെഗ സലഷോറിയും മികച്ച കളിക്കാരിയായി മിക്സറിലെ സെപിറ്റി ഇസ്മായിലും മികച്ച സെറ്ററായി ഫോക്സ് ഹാർഡിലെ ഐദ തവക്കോലിയും മികച്ച സെർവറായി മിക്സറിലെ ഫതേമ ബിഗ്ദലിയും തിരഞ്ഞെടുക്കപ്പെട്ടു. ജേതാക്കൾക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും മെഡലുകളും സമ്മാനിച്ചു.
നിസ്വയിലെ വാദി തനൂഫിൽ 16-അംഗ മൾട്ടിനാഷണൽ ഹൈക്കിംഗ് ടീം അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ മരണപ്പെട്ടവരിൽ 2 പേർ UAE പൗരന്മാർ. സംഭവത്തിൽ 4 പേർ മരിക്കുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇമാറാത്തി പൗരന്മാരായ ഖാലിദ് അൽ മൻസൂരിയും സാലം അൽ ജറാഫും മരിച്ചവരിൽ പെടും. മരിച്ച ഒരാൾ ഒമാനിയും മറ്റൊരാൾ അറബ് പൗരനുമാണ്. ഹൈക്കിങ്ങിനിടെ അപ്രതീക്ഷിതമായി പെയ്ത മഴയെ തുടർന്ന് മലവെള്ളം കുത്തിയൊലിക്കുകയും ഇടുങ്ങിയ താഴ്വരയിൽ ഇവർ കുടുങ്ങുകയുമായിരുന്നു. മൃതദേഹങ്ങൾ ഒമാനിൽ നിന്ന് അബുദാബിയിലും റാസൽ ഖൈമയിലും എത്തിച്ച് മയ്യിത്ത് നിസ്കാരവും സംസ്കാരവും നടത്തി. പരിക്കേറ്റവരെ വിമാനത്തിൽ പോലീസ് നിസ്വ റഫറൻസ് ആശുപത്രിയിലേക്ക് മാറ്റി. തലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വാഹനങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. വാഹന ഉടമകൾ പാർക്ക് ചെയ്തു പോകുന്ന വാഹനം മോഷ്ടിച്ചു കടന്നു കളയുന്നതായിരുന്നു ഇവരുടെ രീതി. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു. വാഹനങ്ങൾ നിർത്തി വാണിജ്യ സ്ഥാപനങ്ങളിലും മറ്റും കയറുന്നവർ ഓഫ് ചെയ്യുകയും ലോക്ക് ചെയ്യുകയും വേണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. അല്പസമയത്തേക്കാണ് വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നതെങ്കിലും വാഹനം ലോക്ക് ചെയ്തെന്ന് ഉറപ്പുവരുത്തണം. ഒമാനിലെ തന്നെ ഏറ്റവും വലിയ ആഘോഷവേദിയായ മസ്കത്ത് ഫെസ്റ്റിവലിന്റെ പുതിയ എഡിഷൻ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ആരംഭിച്ച് നഗരസഭ. അടുത്ത മാസങ്ങളിലായി അരങ്ങേറുന്ന ഫെസ്റ്റിവലിന്റെ ഭാഗമാകാൻ താൽപ്പര്യമുള്ള കമ്പനികൾ സെപ്റ്റംബർ 3-ന് മുമ്പാണ് ബിഡ് സമർപ്പിക്കേണ്ടത്. താൽപ്പര്യമുള്ള കമ്പനികൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഈ ടെൻഡറിംഗ് വെബ്സൈറ്റ് വഴി ബിഡ് സമർപ്പിക്കണമെന്ന് നഗരസഭ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പരസ്യ സ്ക്രീനുകളുടെ വിതരണം, ഇൻസ്റ്റാളേഷൻ, ഖുറം നാച്ചുറൽ പാർക്ക്, നസീം പാർക്ക്, ആമിറാത്ത് പാർക്ക് എന്നിവിടങ്ങളിലെ തിയേറ്ററുകളുടെ പ്രവർത്തനം, ഇതിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും എന്നിവയാണ് പ്രധാന ടെൻഡറുകൾ. കൂടാതെ ഡ്രോൺ ഡിസ്പ്ലേ പ്രവർത്തിപ്പിക്കൽ, വിനോദ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കൽ എന്നിവയ്ക്കും ടെൻഡറുകൾ ലഭ്യമാണ്. ഫെസ്റ്റിവൽ കാലയളവ് അധികൃതർ പ്രഖ്യാപിച്ചിട്ടില്ല. ദോഫാർ ഗവർണറേറ്റിൽ ഖരീഫ് ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികൾക്ക് ലഭ്യമാക്കുന്ന ഭക്ഷണങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ മൊബൈൽ ഫുഡ് ലബോറട്ടറിയുമായി ദോഫാർ നഗരസഭ. ഇതിനോടകം 300-ൽ പരം ഭക്ഷ്യപരിശോധനകൾ നടത്തിയതായി ഫുഡ് ലബോറട്ടറീസ് വിഭാഗം ഡയറക്ടർ സലാഹ് ബിൻ സാലിം അൽ അജ്ലി പറഞ്ഞു. വെള്ളവും ഭക്ഷണ സാധനങ്ങളും പരിശോധിച്ച് ഗുണനിലവാരം അറിയാൻ സാധിക്കുന്ന നൂതന സംവിധാനമാണ് ഇതിൽ ഒരുക്കിയിട്ടുള്ളത്. സന്ദർശകരുടെ ക്ഷേമവും ഭക്ഷ്യസുരക്ഷയും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് ഭക്ഷണത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്നത്. ഭക്ഷ്യവസ്തുക്കളുടെ സാമ്പിളുകൾ സൈറ്റുകളിലെത്തി വേഗത്തിൽ പരിശോധിക്കാനും അതിവേഗം ഗുണനിലവാരം അറിയാനും സാധിക്കും. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തിയാൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ദോഫാർ നഗരസഭ അധികൃതർ പ്രസ്താവനയിൽ അറിയിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.